ഓൺ എ പൊളിറ്റിക്കൽ നോട്ട്. പക്ഷേ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഒരു തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇല്ല, ആവശ്യമില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂസ്. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാഷ്ട്രീയം നമ്മൾക്ക് കുറേ ഉണ്ട്. ഈ എല്ലാറ്റിലും രാഷ്ട്രീയമുണ്ട്. നമ്മൾ ജനങ്ങൾ നല്ലോണം രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞു. വികസനം കണ്ടിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി വല്ലാത്ത മോശമായിരുന്നു. ഇപ്പോൾ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആര് തയ്യാറായാലും നമ്മൾ അതിനെ സ്വീകരിക്കണം. അതിൻ്റെ അർത്ഥമല്ല അവരുടെ രാഷ്ട്രീയമോ അവരുടെ ഐഡിയോളജിയോ നമ്മൾ സ്വീകരിക്കണമെന്ന്. അവരൊരു നല്ല കാര്യം ചെയ്തു, അതേപോലെ അവർ പല കുറ്റങ്ങളും ചെയ്യുന്നുണ്ട്, തെറ്റുകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെയും ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ നിൽക്കണം. പക്ഷേ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചില വിഷയത്തിനെക്കുറിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനെക്കുറിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ മുഖം ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടത്. നമ്മൾ പറയാൻ പോവാണ്, ഞങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ടത്, ഞങ്ങളാണ് ഇതിനെ നല്ലോണം നയിക്കാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കോളും പണ്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശ്വാസം നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ അവർ എന്ത് ചെയ്താലും തെറ്റാണ്, കാരണം നമ്മൾ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞ കാര്യമില്ല. അതുപോലെ തന്നെ അവരും നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഇനി ഉപേക്ഷിക്കാൻ പാടില്ല. അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൻ്റെ ആർട്ടിക്കിളിൽ. അതാണ് ഈ ലേഖനത്തിൻ്റെ അർത്ഥം. US പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിലും ഇതേ സമീപനം തന്നെയാണോ? അതന്നെ. അപ്പോൾ നിങ്ങൾ ഒരേ ഒരു ദിവസത്തിൽ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പറയുന്നു ഞാൻ CPM-നെ സന്തോഷിപ്പിച്ചു, ഒരേ ദിവസത്തിൽ വേറെ കമൻറ്റ് BJP സന്തോഷിപ്പിച്ചു. ഞാൻ ജനങ്ങളുടെ പേരിൽ ഞാനൊരു കേരളീയനായിട്ടും ഒരു ഭാരതീയരായിട്ടും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ അർത്ഥം തീരെയല്ല ഞാനൊരു രാഷ്ട്രീയ എൻഡോഴ്സ്മെൻറ്റ് നടത്തിയെന്ന്. ഒരിക്കലുമില്ല. ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഒപ്പം തെറ്റ് വന്നാലോ എനിക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ അതിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു വയ്ക്കുന്നു. ഒരു പ്രശ്നമില്ല, അവരെല്ലാവർക്കും അവകാശം. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്, ഞാൻ പാർട്ടിയുടെ ഒരു വക്താവല്ല, ഒഫീഷ്യൽ സ്പോക്സ്മാൻ അല്ല. ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. അതുമാത്രമല്ല, ഞാൻ മോദിയുടെ സർക്കാർ ചെയ്ത കാര്യത്തിൻ്റെ കമൻറ്റ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊരു ബ്രീഫിംഗ് കാത്തിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ ബ്രീഫിംഗ് വരട്ടെ. അപ്പോൾ നമ്മൾ കമ്മിറ്റിയിൽ പിന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ, ഫോറിൻ സെക്രട്ടറിയും കൂടി വരും. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് നമുക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക, അതാണ് നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി നോക്കും, ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, വിദേശ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരൊറ്റ ചിന്തയെ മനസ്സിൽ പാടുള്ളൂ, അത് ഭാരതത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ്, നമ്മളുടെ ഭാരതീയ താല്പര്യം എന്താണ്, അതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ വീണ്ടും രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല. അവസാനത്തിൽ നമ്മൾ ഭരിക്കുകയാണോ വേറെ വല്ലവരും ഭരിക്കുകയാണെങ്കിലും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണം. നമ്മളുടെ പൗരന്മാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് വേണ്ടി നമ്മൾ നിൽക്കണം. ഇതിലെല്ലാറ്റിലും ഞാൻ ഈ 15-16 വർഷം കൺസിസ്റ്റൻ്റായി നിന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കത് വിവാദമുണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. പക്ഷേ ഞാൻ പറയണത്, എനിക്ക് ഒരു വേരിയേഷനും ഇല്ല. ഞാൻ എപ്പോഴും കാര്യങ്ങൾ കാണുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. അത് എൻ്റെ അഭിപ്രായം ചോദിക്കാതിരിക്കുകയായിരിക്കും നല്ലത്, നിങ്ങൾ വിവാദം വേണ്ടെങ്കിൽ. മേഖലയിലെ ഇടപാടുകൾക്ക് വേണ്ടി മാത്രമാണ് മോദി അമേരിക്കയിൽ പോയി എന്ന് തന്നെയാണ് സാർ എന്ത് പറഞ്ഞു? പ്രതിരോധ മേഖലയിലെ ഇടപാടുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ മോദി ട്രംപ് കൂടിക്കാഴ്ച എന്നുള്ള കാര്യമൊക്കെ നേരത്തെ AICC വക്താക്കൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഇതെല്ലാം ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല നേതാക്കളും ഈ ഒരു മാസം കൂടി ആയിട്ടില്ല, അദ്ദേഹം 20 ജാനുവരിയിലാണ് രാഷ്ട്രപതി ആയത്. ഇപ്പോൾ 15 ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ 4ാമത്തെ അതിഥിയായിട്ട് അവിടെ എത്തി അദ്ദേഹം നേരിട്ട് കാണാനും കൂടിക്കാഴ്ച ഉണ്ടാക്കാനും സംസാരിക്കാനും എല്ലാറ്റും അവസരമെടുത്തത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ്. അത് ഭാരതത്തിൻ്റെ ഒരു പ്രാധാന്യം നോക്കിയിട്ടാണ്. നമ്മൾ ഒരിക്കലും ഒരു സംശയവും വേണ്ട, ഇതേപോലെ ഒരു 100 നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കാണാൻ, എല്ലാവർക്കും അവസരം കൊടുത്തില്ല. അപ്പോൾ ഇത് ഭാരതത്തിൻ്റെ ഒരു അംഗീകാരമാണ്. അത് നമ്മളതിനെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കുറച്ച് അഭിമാനത്തോടെ പറയാം, ഭാരതത്തിൻ്റെ ഒരു മഹത്വം കണ്ടിട്ടും ഭാരതത്തിൻ്റെ ഒരു പ്രാധാന്യം കണ്ടിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് അവർ. അപ്പോൾ നമ്മൾ അതിനെയും ആ സ്പിരിറ്റിൽ കണ്ടിട്ട് എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങൾ. നിങ്ങൾക്കറിയാം, ഈ ട്രേഡിൻ്റെ വിഷയത്തിൽ ഈ ടാരിഫ്സൊക്കെ ട്രംപിന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ 5 മിനിറ്റും ഈ വാക്ക് ടാരിഫ്സ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ എക്സ്പോർട്സിൽ ടാരിഫ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ എക്സ്പോർട്സ് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ വളർച്ച കുറയും. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള കാര്യത്തിൽ നയതന്ത്ര രീതിയിൽ അവരോട് സംസാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. വേറെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ
ഈ രണ്ട് പിന്നെ ഒരു രാഷ്ട്രപതി ഒരു പ്രധാനമന്ത്രിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത 8-9 മാസം 2 രാജ്യങ്ങളുടെ ഡെലിഗേഷനുകൾ ഒരുമിച്ചിരുന്നിട്ട് ഒരു നെഗോസിയേഷൻ നടത്തും. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് അഥവാ മോദി അവിടെ പോയിട്ടില്ലെങ്കിൽ അയാൾ ചിന്തിക്കാതെ വെറും പിന്നെ നമ്മളുടെ ടാരിഫ് ഫിഗേഴ്സ് മാത്രം നോക്കിയിട്ട് അവർ റെസിപ്രോക്കൽ ടാരിഫ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടാകും ഭാരതത്തിന്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ 9 മാസം വാങ്ങാൻ സാധിച്ചു. അതിൻ്റെ ഇടയിൽ നന്നായിട്ട് നെഗോസിയേഷൻ നടത്തണം. ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ ചുമതലയിലൊക്കെ ചെയ്യണം. പക്ഷേ ഇതിനൊരു അവസരം കിട്ടിയതിനും ഇതിനു വേണ്ടി വാതിൽ തുറന്നതിനും നമ്മുടെ പ്രധാനമന്ത്രി നന്നായി ചെയ്തു എന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല.